പുറത്തൊക്കെ ഉണ്ടേ നല്ല മഴ, നല്ല തണുപ്പും. ഇപ്പോൾ കൂടുതൽ കട്ടനാണെങ്കിലോ നമ്മളെ ചൂട് ആവി പറക്കുന്ന കട്ടൻ. പിന്നെ കൂടെയോ നമുക്കൊരു അടിപൊളി ചിക്കൻ ഫ്രൈ കൂടി ആണെങ്കിലോ പൊളിക്കൂലേ? ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. എന്തായാലും മഴ, ഈ നല്ല മഴയും തണുപ്പും ഉള്ള ഈ സമയത്ത് വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ഒരു തണുപ്പത്ത് ഒരു കിടിലനായിരിക്കും. നമുക്ക് എങ്ങനെയാണത് ഉണ്ടാക്കാമെന്ന് പോയി നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് ഒരു 200 ഗ്രാം ചിക്കനാണ്. ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത്. ബോൺ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കനാണ്. പിന്നെ വേണ്ടത് ഒരു സവാള, ഒരു ചെറിയ സവാള. പിന്നെ വേണ്ട മെയിൻ ഐറ്റം എന്നുണ്ടെങ്കിൽ തൈരാണ്, നല്ല കട്ട തൈര്. പിന്നെ മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്നുണ്ടെങ്കിൽ നമ്മളെ ക്രഷ്ഡ് ചില്ലി, വറ്റൽമുളക് പൊടിച്ചാലും മതി, ക്രഷ് ചെയ്താലും മതി. പിന്നത്തെ ഐറ്റംസ് കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയും ഐറ്റംസ് മതി നമ്മുടെ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത ചിക്കനിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത സവാളയും ഒരു 2 ടേബിൾ സ്പൂൺ തൈരും ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. ശരിക്കും നല്ല പോലെ മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം. അത് ഒരു മണിക്കൂർ നേരത്തേക്ക് എടുത്ത് വയ്ക്കുക. അതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻ എടുക്കുക. പാനിൽ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ കൂടുതലൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് വളരെ കുറച്ച് മതി. അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മാത്രമുള്ള എണ്ണ. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ചിക്കൻ, നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അട്ടിക്കട്ടിക്ക് വെക്കരുത്, ലെവലായിട്ട് ഒരേ രീതിയിൽ സ്പ്രെഡ് ചെയ്ത് വെക്കണം. അങ്ങനെ അധിക സമയം വെക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഈ തൈരൊക്കെ വെച്ച് ചെയ്തതുകൊണ്ട് തന്നെ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ടോ. നല്ലപോലെ കളറൊക്കെ മാറി തുടങ്ങി. വീണ്ടും ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിക്കൻ റെഡിയായി. അതിൻ്റെ കൂടെയുള്ള മെയിൻ ഐറ്റമാണ് നമ്മളെ കട്ടൻ കേട്ടോ. കട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കട്ടനും കൂട്ടി നമ്മളെ ചിക്കൻ അടിക്കാം. നമ്മളെ ചൂട് കട്ടൻ കൂടെ പൊളി. എന്താണ് ചിക്കൻ ടേസ്റ്റ് അറിയാം. ചിക്കൻ നല്ല കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഈ ചിക്കൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളതിൻ്റെ ഫാനായിട്ട് മാറും. കിഡിലൻ. ഈ മഴയത്ത് ഈ തണുപ്പത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. എല്ലാവരും
മറക്കാതെ ട്രൈ നോക്കാം. അപ്പം ചിക്കൻ ഫ്രൈനെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന് പറഞ്ഞ ഈ വീഡിയോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.